കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി യോബിന്റെ പുസ്തകം 36 അധ്യായം 19 വാക്യം. കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ? യോബിന്റെ 3 സ്നേഹിതന്മാരായിരുന്നു എലീഫസ്, ബിൽദാദ്, സേഫർ എന്നിവർ. യോബിന്റെ പുസ്തകം 4 അധ്യായം മുതൽ 31 വരെയുള്ള 29 അധ്യായങ്ങൾ യോബും അവന്റെ സ്നേഹിതന്മാരും തമ്മിലുള്ള സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ഈ 3 സ്നേഹിതന്മാരും യോബിനോട് വാദിക്കുന്നത് മതിയാക്കിയപ്പോഴാണ് രാം വംശത്തിൽ ബൂസ്യനായ ബറഖേലിന്റെ മകൻ എലീഹു യോബിനോട് വാദിക്കുവാൻ തുടങ്ങിയത്. 32 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ എലീഹു മാത്രമേ സംസാരിക്കുന്നുള്ളൂ. യോബിനോ അവന്റെ സ്നേഹിതന്മാർക്കോ സംസാരിക്കുവാൻ എലീഹു അവസരം നൽകുന്നില്ല. 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ യോബിനോടുള്ള ദൈവത്തിന്റെ 84 ചോദ്യങ്ങൾ കാണാൻ കഴിയും. എലീഹുവിനെ കുറിച്ച് 38 അധ്യായം 2 വാക്യത്തിൽ ദൈവം പറയുന്നത്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ആർ എന്നാണ്. ദൈവം ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകുവാൻ യോബിന് കഴിഞ്ഞില്ല. യോബിനോടുള്ള എലീഹുവിന്റെ ചോദ്യമാണ് 36 അധ്യായം 19 വാക്യത്തിൽ കാണുന്നത്. കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ? നമ്മുടെ പരിശ്രമങ്ങൾ മാത്രം മതിയാകത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മെ സഹായിക്കണം. 39 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാണ്. 127 സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4 അധ്യായത്തിൽ 13 മുതൽ വായിക്കുമ്പോൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് എന്ന് യാക്കോബ് ചോദിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും എന്ന് സദൃശവാക്യം 10 അധ്യായത്തിൽ ശലോമോൻ പറയുന്നുണ്ട്. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഇസ്രായേൽ ജനത്തോടെ ദൈവം സംസാരിക്കുന്നത് ആവർത്തനം 8:17 പറയുന്നുണ്ട്. ശമരിയ പട്ടണത്തിൽ ഒരിക്കൽ അതികഠിനമായ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ ഒരു സ്ത്രീ ഇസ്രായേൽ രാജാവിനോട് പറയുന്നത്, രാജാവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞവർ നിലവിളിച്ചു എന്നാണ്. രാജാവ് നിസ്സഹായനായി കൈമലർത്തി പറയുന്നു, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു? രാജാവ് പോലും ആ സമയത്ത് നിസ്സഹായനായി മാറി. രാജാവിനോട് നിലവിളിച്ചിട്ട് കാര്യമില്ല, രാജാതിരാജാവിനോട് നിലവിളിക്കണം, പ്രാർത്ഥിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് വചനം പറയുന്നു. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ്? റോമാലേഖനം 4:17 പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനുമാണ്. കല്ല് അപ്പമാക്കുവാൻ കർത്താവിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ ഉപവാസാനന്തരം പിശാച് യേശുവിനെ പരീക്ഷിക്കുവാൻ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് പറഞ്ഞ് പരീക്ഷിപ്പാനിടയായത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം എന്നാണ്. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച വിഷയത്തെക്കുറിച്ച് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അവിടെ ആ അത്ഭുതം ചെയ്യുമ്പോൾ കർത്താവ് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കാൻ കഴിയുന്ന കർത്താവിന് അവിടെ ഉള്ള ആരുടെയും കയ്യിലുള്ള 7 അപ്പത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്ക് ഉള്ളതിൽ നിന്നും ഒരത്ഭുതം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരു വ്യാപാരിക്ക് ഒരു ബിസിനസ് തുടങ്ങുവാൻ മൂലധനം ആവശ്യമാണ്.
എന്നതുപോലെ നമ്മുടെ മൂലധനമാണ് പ്രാർത്ഥന, വിശ്വാസം, ദൈവാശ്രയം എന്നിവ. എലീശ പ്രവാചകന്റെ അടുക്കൽ കടഭാരവുമായി വന്ന സ്ത്രീയോട് എലീശ ചോദിച്ചത്, നിനക്ക് വീട്ടിൽ എന്തുണ്ട് എന്നാണ്. ഇല്ലാത്തതിൽ നിന്ന് ഒന്ന് ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഉള്ളതിൽ നിന്ന് ഒരത്ഭുതം പ്രവർത്തിക്കുവാനും ദൈവത്തിന് കഴിയും. അവൾ പറയുന്നത് ഒരു ഭരണി എണ്ണ എന്നാണ്. അതിൽ നിന്ന് ഒരത്ഭുതം അവിടെ ഭവനത്തിൽ നടക്കുകയും കടത്തിന് പരിഹാരം വരുത്തുവാൻ ഇടയാകുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ആലോചന പറയുന്നത്, ഈ താഴ്വരയിൽ നിങ്ങൾ അനേകം കുഴികൾ കുഴിപ്പീൻ, എന്നാൽ വെള്ളം കൊണ്ട് ദൈവം നിറയ്ക്കുമെന്നാണ്. കുഴി കുഴിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? വെള്ളം നിറയ്ക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഏത് അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തുമെന്നാണ്, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും എന്നാണ്. എന്നാൽ എന്നത് വ്യവസ്ഥയെ കാണിക്കുന്നു. വെളിപ്പാട് 2:10 മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം ലഭിക്കും. യാക്കോബ് 4:10 കർത്താവിന്റെ സന്നിധി താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെ ദൈവം വ്യവസ്ഥ പറഞ്ഞുള്ള അനുഗ്രഹങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണുവാൻ കഴിയും. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന് നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ മാത്രമേ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യുകയുള്ളൂ. വെറുതെ നിർവിചാരികളായി നിഷ്ക്രിയരായി ദൈവം ചെയ്യേണ്ടത് ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും ദൈവം പ്രവർത്തിക്കുകയില്ല. നാം ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യുകയുള്ളൂ. എലീഹുവിന്റെ ചോദ്യം ഇതാണ്, കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ എന്നാണ്. അതിൻ്റെ മറുപടി, നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ നിലവിളിയും മാത്രം കൊണ്ട് മതിയാകത്തില്ല. നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മെ സഹായിക്കണം. പ്രശ്നങ്ങളെ കണ്ടല്ല, പ്രശ്നപരിഹാരകനെ നോക്കിയാണ് നാം നിലവിളിക്കേണ്ടത്. വാഗ്ദത്തങ്ങൾ മറന്നുകൊണ്ടല്ല, വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചുകൊണ്ടാണ് നിലവിളിക്കേണ്ടത്. പ്രശ്നങ്ങളെ കണ്ടുള്ള നിലവിളിയും വാഗ്ദത്തം മറന്നുള്ള നിലവിളിയും ഫലം ചെയ്യുന്നില്ല. എന്നാൽ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്നവനെ നോക്കി നിലവിളിച്ചാൽ, വാഗ്ദത്തങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിലവിളിച്ചാൽ ദൈവം പ്രവർത്തിപ്പാനായിട്ടിടയാകും. നമ്മുടെ പരിശ്രമങ്ങൾ മാത്രം പോരാ, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മെ സഹായിക്കണം. ഈ തിരുവെഴുത്തുകളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.